നമസ്കാരം. അപ്പൂപ്പന്മാരോടും അമ്മമ്മമാരോടും പറയാനുള്ളത്. ഈ വീഡിയോ ഗ്രാൻഡ് പാരൻസിന് വേണ്ടിയാ. എനിക്ക് സംസാരിക്കാനുള്ളത് കുഞ്ഞുങ്ങളെ കുറിച്ചാ. ഒട്ടുമിക്ക വീടുകളിലും കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാ. മിക്കവാറും കുട്ടികളെ കുളിപ്പിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉറക്കുന്നതും ഒക്കെ ഈ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ആയിരിക്കാം. സ്വാഭാവികമായിട്ട് അവർ റിട്ടയർ ചെയ്യുമ്പോൾ വന്നു പെടുന്ന ഒരു ഉത്തരവാദിത്വമാണത്. പണ്ടത്തെ പോലെ അല്ല നമ്മളുടെ ഇപ്പോഴത്തെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഈ പുതിയ യുഗം, അതായത് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാര് അവര് ജനിച്ചു വീണിട്ടുണ്ടാകും മിക്കവാറും ഈ നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത്. ഡിജിറ്റൽ വേൾഡ് അവരുടേതാണ്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടേതാണ്. ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അഡാപ്റ്റഡ് ആയി എന്ന് പറഞ്ഞ ഈ മൊബൈൽ ഫോണ് ഡിജിറ്റൽ വേൾഡ് യൂസ് ചെയ്യാൻ അവർ പഠിച്ചു. പക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡ് ഒക്കെ ഉണ്ടാക്കിയ മനുഷ്യൻ. 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് തലച്ചോറിന്റെ മുകളിലേക്ക് ഈ ഒരു ബോംബ് പോലെ ഇത് വന്ന് പതിച്ചത്. മനുഷ്യൻ ഒരു ജീവിയാ. ആ ജീവിക്ക് ഇത് എത്രമാത്രം താങ്ങാൻ പറ്റും? നമ്മളുടെ പഴയ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പോലെ അല്ല ഇപ്പൊ. അവര് സുഖമായിട്ട് പിള്ളേർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാതെ, അവർക്ക് റിയൽ ആയിട്ട് അവരുടെ കൂടെ കളിക്കാതെ അവര് മൊബൈൽ എടുത്ത് കൊടുക്കും. അച്ഛനും അമ്മയും കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പല അച്ഛനമ്മമാർക്കും ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. കാരണം എന്നെ പോലെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പല മാതാപിതാക്കൾക്കും ബോധം വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ അച്ഛനമ്മമാരോട് പറയാൻ പറ്റില്ല കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കല്ലേ എന്ന്. അഥവാ പറഞ്ഞാൽ തന്നെ ഇവര് ഈ കുട്ടികളുടെ അച്ഛനെയും അമ്മേനെയും അതായത് അവരെ കാണാതെ ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. കുട്ടികൾക്ക്, തീരെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്താൽ എന്താ സംഭവിക്കുക? നമുക്ക് നമ്മൾ കുറേ സമയം മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് ആ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന സമയം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് കളിക്കുന്ന സമയം നിയന്ത്രിക്കാം, നമ്മൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമയം നിയന്ത്രിക്കാം, നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമയം നിയന്ത്രിക്കാം. പക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സമയം നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രിക്കാൻ പറ്റാണ്ടാവുമ്പോൾ വലിയ പ്രശ്നം വരും. തീരെ കുഞ്ഞു കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അവർക്ക് ഓട്ടിസം വരാൻ സാധ്യതയുണ്ട്. ആ ഓട്ടിസത്തിന് പറയുന്ന പേര് വെർച്വൽ ഓട്ടിസം എന്നാണ്. അത് കുറച്ചൊക്കെ ആണെങ്കിൽ അത് അവര് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിർത്തുകയും അവരുടെ കൂടെ റിയൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾ ഇമ്പ്രൂവ് ആകാറുണ്ട്, അവരതിനകത്ത് പുറത്തു വരാറുണ്ട്. പക്ഷെ അത് തീവ്രമായ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടികളെ പിന്നെ റിവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടുതലും ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മൊബൈൽ കൊടുക്കുന്നത്. അവരുടെ വിചാരം കുട്ടികൾക്ക് പാവക്കുട്ടികളെ വാങ്ങിക്കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കാറോ ബൈക്കോ ഒക്കെ കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കുന്ന ഒരു ടോയ് പോലെയാണ് ഈ സാധനം എന്നാണ്. ഇത് മൊത്തം ലോകമല്ലേ ഈ സ്ക്രീനിനകത്തുള്ളത്? എന്താണ് അതിലില്ലാത്തത്? കൊച്ചു കുട്ടികള് കാണാൻ പാടില്ലാത്ത കാര്യം കാണാൻ പാടില്ലാത്ത സമയത്ത് കണ്ടിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാവും? അവരോടുള്ള സ്നേഹം കൊണ്ട് ഇത് കൊടുക്കുമ്പോൾ അവരെ ഒരു അബദ്ധം മതി, അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാവും. അവർ നല്ല മനുഷ്യരായിട്ട് വളരില്ല. മൊബൈലിൽ ഗെയിം കളിക്കാൻ കൊടുക്കുന്നതിന് പകരം അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കുക, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ കഥകളുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവരുടെ അടുത്ത് നമ്മൾ റിയൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് ചിരിക്കാം, കുഞ്ഞുങ്ങൾ നമ്മളോട് ചിരിക്കും, തൊട്ട് നോക്കാം, അല്ലെ, ഉമ്മ വയ്ക്കാം, പാട്ടുപാടി കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ഷൻ ഉണ്ട്. പക്ഷേ സ്ക്രീനിലാവുമ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാവുമോ? വൺ വേ ആണ്. അതിലെ ക്യാരക്ടർ സംസാരിക്കും, ചിരിക്കും. പക്ഷെ ഈ കുട്ടിയുടെ സംസാരത്തിനനുസരിച്ച് അപ്പുറത്തുനിന്ന് റിയാക്ഷൻ അല്ല വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ വളർത്തല്ലേ. അവരൊരു ജീവിയാണ്. ഭൂമിയിലെ സന്ദേശങ്ങൾ ചിത്രങ്ങളായും ശബ്ദങ്ങളായും മെയിനായിട്ട്, അതായത് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 ഇന്ദ്രിയങ്ങളില്ലേ, അതിൽ ഭക്ഷണം കഴിക്കുന്ന മാത്രമാണ് വയറ്റിലേക്ക് പോകുന്നത്. ബാക്കി ഇന്ദ്രിയങ്ങളിലൂടെ പോകുന്നതെല്ലാം ബ്രെയിനിലല്ലേ പോവുക. അതില് എന്തെങ്കിലും കൂടുതലായാൽ നമ്മളുടെ ജീവിതത്തിന്റെ പണി പാളും.
കുഞ്ഞുങ്ങളുടെ ജീവിതം നശിച്ചു പോകും. അവര് നല്ല മനുഷ്യരായിട്ട് വളരില്ല. നല്ല മനുഷ്യരായിട്ട് വളരണമെങ്കിൽ അവർ മണ്ണിൽ കളിക്കാനും മരം കയറാനും അവരുടെ കൂടെ കുതിര കളിക്കാനും ഒക്കെ മാതാപിതാക്കളും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ തയ്യാറാവണം. അപ്പോഴാണ് അവര് നല്ല വ്യക്തികളായിട്ട് വളരുക. ഭക്ഷണം വാരി കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് തന്നെ കഴിക്കാൻ പറയുക. 4 5 വയസ്സാകുമ്പം തന്നെ കുളിക്കാൻ പറയുക. കുട്ടികളുടെ സാധനങ്ങളെല്ലാം അവരോട് തന്നെ സൂക്ഷിക്കാൻ പറയുക. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരും. നശിച്ചു പോവില്ല. നമ്മൾ നിലവിളിക്കേണ്ട, ഇപ്പോഴത്തെ സമൂഹം നശിച്ചു പോയി എന്ന് നിലവിളിക്കേണ്ടി വരില്ല. അവർ നല്ല മനുഷ്യരായിട്ട് തന്നെ വളർന്ന് വലുതാവും. അതുകൊണ്ട് അപ്പൂപ്പൻ അമ്മൂമ്മമാര് അവര് കുഞ്ഞുനാളിൽ കേട്ടതുപോലെയുള്ള കഥകളോ കവിതകളോ പാട്ടോ ഡാൻസോ ഒക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ പാടുക, കളിക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികളും നല്ല മനുഷ്യരായിട്ട് തന്നെ വളർന്നു വരും. ഞാൻ ഇത് പറയാൻ എനിക്ക് തീവ്രമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ കുഞ്ഞൊരു കുട്ടി അവളുടെ അമ്മൂമ്മയുടെ മൊബൈൽ എടുത്തിട്ട് അമ്മ ജോലിക്ക് പോകുമ്പോൾ അവള് വീട് കളിക്കും. ഒരു ടേബിളിന്റെ അടിയിൽ പോയിരുന്നിട്ട് വീട് കളിക്കും. ആ വീട് കളി വല്ലാത്തൊരു കളിയാണ്. ആ കുഞ്ഞ് നോക്കിയിരുന്നത് ഒരു കുഞ്ഞ് നോക്കാൻ പാടില്ലാത്ത വീഡിയോകളായിരുന്നു. കുഞ്ഞിന്റെ വയസ്സ് 6 6 വയസ്സുള്ള കുഞ്ഞാണ്. അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാവുമല്ലോ. അമ്മൂമ്മയാ കൊടുത്തിരുന്ന മൊബൈല്. അങ്ങനെ എത്ര കേസുകള്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാണ്, കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്ത് വളർത്തല്ലേ. അവര് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ. ഭൂമിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ അവരുടെ തലച്ചോറിലെത്തി അവര് ചിരിക്കുമ്പം ചിരിക്കാനും വിഷമം വരുമ്പം കരയാനും നമ്മൾ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ച് നല്ല മനുഷ്യരായിട്ട് വളരട്ടെ. എന്നെ കേട്ടവർക്ക് നന്ദി.